ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ. വചനകിരണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. പണ്ട് ഒരു നിബിഡ വനത്തിൽ രത്നാകരൻ എന്നു പേരുള്ള ഒരു വേട്ടക്കാരൻ ജീവിച്ചിരുന്നു. കാട്ടിലൂടെ കടന്നു പോകുന്ന വഴിയാത്രക്കാരെ കൊള്ളയടിച്ചും വന്യമൃഗങ്ങളെ വേട്ടയാടിയുമാണ് അവൻ തൻ്റെ കുടുംബത്തെ പോറ്റിയിരുന്നത്. ക്രൂരത അവൻ്റെ മുഖമുദ്രയായിരുന്നു. ഒരിക്കൽ ആ വനത്തിലൂടെ 7 മഹർഷിമാർ സഞ്ചരിക്കുകയായിരുന്നു. രത്നാകരൻ അവരെ തടഞ്ഞു നിർത്തുകയും അവരുടെ കൈവശമുള്ളത് നൽകാൻ ആവശ്യപ്പെടുകയും ചെയ്തു. എന്നാൽ ഭയപ്പെടുന്നതിന് പകരം ശാന്തരായ മഹർഷിമാർ അവനോടൊരു ചോദ്യം ചോദിച്ചു. രത്നാകര, നീ ചെയ്യുന്നതെല്ലാം നിന്റെ കുടുംബത്തിന് വേണ്ടിയാണല്ലോ. നീ ചെയ്യുന്ന ഈ കൊടിയ പാപങ്ങളുടെ ഫലം അനുഭവിക്കുവാൻ നിന്റെ കുടുംബം നിന്റെ കൂടെ ഉണ്ടാകുമോ? ഇത് കേട്ട് രത്നാകരനൊന്ന് അമ്പരന്നു. അവൻ ഉടൻ വീട്ടിലേക്ക് ഓടിച്ചെന്ന് ഭാര്യയോടും മക്കളോടും ഇതേ ചോദ്യം ചോദിച്ചു. അവർ ദയയില്ലാതെ മറുപടി നൽകി, ഞങ്ങളെ നോക്കുക എന്നത് നിന്റെ കടമയാണ്. നീ അതെങ്ങനെ ചെയ്യുന്നു എന്നത് ഞങ്ങളുടെ വിഷയമല്ല. നിന്റെ പാപങ്ങളിൽ പങ്കുചേരാൻ ഞങ്ങൾ തയ്യാറല്ല. കുടുംബത്തിന്റെ മറുപടി കേട്ട രത്നാകരന്റെ ഹൃദയം തകർന്നു. താൻ ആർക്കു വേണ്ടിയാണോ ഇത്രയും ക്രൂരതകൾ ചെയ്തത് അവർ പോലും തന്നെ കൈവിട്ടിരിക്കുന്നു എന്നവൻ മനസ്സിലാക്കി. ഓടി തിരിച്ചെത്തിയ അവൻ മഹർഷിമാരുടെ പാദങ്ങളിൽ വീണ് കരഞ്ഞു. തന്റെ തെറ്റുകൾക്ക് പരിഹാരം തേടിയ രത്നാകരന് മഹർഷിമാർ രാമനാമം മന്ത്രമായി ചൊല്ലാൻ ഉപദേശം നൽകി. രത്നാകരൻ കണ്ണുകളടച്ച് തപസ്സിൽ മുഴുകി. വർഷങ്ങൾ കടന്നുപോയി. അവന്റെ ഭക്തിയും ഏകാഗ്രതയും ആഴമേറിയതായിരുന്നു. അവന്റെ ശരീരത്തിനു ചുറ്റും വാൽമീകം എന്ന ചിതൽപ്പുറ്റുകൾ വളർന്നു വന്നിട്ടും അവൻ അതറിഞ്ഞില്ല. വർഷങ്ങൾക്ക് ശേഷം മഹർഷിമാർ വീണ്ടും അവിടെ എത്തി. അവർ അവനെ തപസ്സിൽ നിന്ന് ഉണർത്തി. വാൽമീകത്തിൽ നിന്ന് പുറത്തു വന്നതുകൊണ്ട് അദ്ദേഹം അന്നു മുതൽ വാൽമീകി എന്നറിയപ്പെട്ടു. പിന്നീട് അദ്ദേഹം ലോകത്തിന് മുഴുവൻ വഴികാട്ടിയായ രാമായണം രചിച്ചു എന്നാണ് ഹൈന്ദവ വിശ്വാസം. നാം ചെയ്യുന്ന തെറ്റുകളുടെ ഉത്തരവാദിത്വം എപ്പോഴും നമുക്ക് മാത്രമായിരിക്കുമെന്നും എന്നാൽ തെറ്റുകൾ ചെയ്യുന്ന ഏതൊരാൾക്കും നന്മയുടെ ലോകത്തിലേക്ക് മാറാൻ കഴിയുമെന്നും ഈ കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. എന്നാൽ ദുഷ്ടൻ താൻ ചെയ്ത സകല പാപങ്ങളെയും വിട്ടുതിരിഞ്ഞ് എൻ്റെ ചട്ടങ്ങളൊക്കെയും പ്രമാണിച്ചു നീതിയും ന്യായം പ്രവർത്തിക്കുന്നുവെങ്കിൽ അവൻ മരിക്കാതെ ജീവിച്ചിരിക്കും. അവൻ ചെയ്ത അതിക്രമങ്ങളിൽ ഒന്നിനെയും അവന് കണക്കിടുകയില്ല. അവൻ ചെയ്ത നീതിയാൽ അവൻ ജീവിക്കും. ദുഷ്ടന്റെ മരണത്തിൽ എനിക്ക് അല്പമെങ്കിലും താല്പര്യമുണ്ടോ? അവൻ തൻ്റെ വഴികളെ വിട്ടുതിരിഞ്ഞ് ജീവിക്കണമെന്നല്ലയോ എൻ്റെ താല്പര്യം എന്നാണ് യഹോവയുടെ അരുളപ്പാടെന്ന് യെഹെസ്കേൽ 18 പറയുന്നു. ഒരു പാപിയുടെ നാശത്തിലല്ല, മറിച്ച് അവൻ്റെ മാനസാന്തരത്തിലാണ് ദൈവം സന്തോഷിക്കുന്നത്. കാട്ടാളന്റെ സ്വഭാവത്തെ ഉപേക്ഷിച്ച് നന്മയിൽ മുഴുകി നമ്മുടെയൊക്കെ മാറ്റത്തിനായി കാത്തിരിക്കുന്ന ക്രിസ്തുവിലേക്ക് തിരിയാം. കാരണം അവിടെ വിധിവാചകങ്ങളില്ല, മറിച്ച് സ്നേഹത്തിന്റെ വിളി മാത്രമേ ഉള്ളൂ. ശുഭദിനം നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ആകുലവേളകളിൽ ആശ്വാസം നൽകിടും ആകുലവേളകളിൽ ആശ്വാസം നൽകിടും എന്നറിഞ്ഞു നീയും യേശുവെ നോക്കിയാൽ എണ്ണമില്ല നന്മ നൽകിടും താൻ. യേശു വിളിക്കുന്നു, യേശു വിളിക്കുന്നു, സ്നേഹമോടെ തൻ കരങ്ങൾ നീട്ടി യേശു വിളിക്കുന്നു, യേശു വിളിക്കുന്നു, യേശു